ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ടില്ല, കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് രാവിലെ വീഡിയോ ഇട്ടില്ല, അതുകൊണ്ടാണ് വൈകിട്ട് വീഡിയോ ഇടുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ചിക്കൻ റോസും ബിരിയാണി. ചിക്കൻ റോസ്റ്റ് ചെയ്തത് ബിരിയാണി കേട്ടോ ഇന്നത്തെ ഫുഡ്, വൈകുന്നേരത്തെ ഫുഡ്. ഇതിവിടെ ഉണ്ടാക്കിയതല്ല, അയൽവക്കത്തുനിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അയൽവക്കത്തെ ഔദാരിയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ്. അവരോടൊന്ന് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ വെച്ച് സഹായിക്കാനൊക്കെ പോയിരുന്നിട്ട് ഞാൻ. അപ്പോൾ അവർ കുറച്ച് ഫുഡ് തന്നാണ്. അപ്പോൾ ഈ വൈകുന്നേരത്തിന് അത് മതി, കുറച്ച് മതി. അതിൽ നിന്ന് കുറച്ച് അപ്പുറത്തെ വീട്ടിക്കും കൊടുത്തു. അവർ കൊണ്ടുവന്ന് കുറച്ച് എനിക്ക് കഴിക്കാവുന്നതിൽ കൂടുതലുണ്ടായിരുന്നു, അതിന് കുറച്ച് അപ്പുറത്തെ വീട്ടിൽ കൊടുത്ത്. അതിന് ഞാൻ കുറച്ച് എടുത്തിട്ട്, വൈകുന്നേരത്തെ ഫുഡല്ല അത്, എനിക്ക് അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നാളെ വീണ്ടും അത് തന്നെ കഴിക്കണ്ടേ. അപ്പോൾ അത് വേണ്ട, അത് അവർ തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് അതാണ്. പിന്നെ ഇന്നത്തെ സംസാര വിഷയം വലിയ ആഭ്യന്തര കാര്യമായിട്ടോ സംസാരിക്കാൻ പോണത്. വലിയൊരു ആഭ്യന്തര കാര്യം സംസാരിക്കാൻ പോണത്. അമേരിക്കയെന്നാണ് തോന്നുന്നുണ്ട്, റൊണാൾഡ് ട്രംപ് അയാളാണ് തോന്നുന്നത്. മറ്റേ കുറേ ഇന്ത്യൻ കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഇറക്കി എന്നുള്ള, കൈയും കാലും കെട്ടിയിട്ട് ഇറക്കി എന്നുള്ള ആ ഒരു ന്യൂസ് കണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി. അതിൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊന്നും, നമുക്ക് ആഭ്യന്തര കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് അപ്പം അതൊന്നും എന്താ കാര്യം എന്നൊന്നും അപ്പം മനസ്സിലായില്ല. പിന്നീട് എന്താ പറയുക, ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, നല്ലൊരു ഇതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. സുനിത ദേവദാസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല ഒരു യൂട്യൂബർ, നല്ലൊരു പെങ്കൊച്ച. അതിനെ കാണാനും നല്ല ഭംഗിയാണ്, അതിൻ്റെ സംസാരം കേൾക്കാനും ഭയങ്കര രസമാണ്. പിന്നെ വെച്ചെങ്കിൽ പഠിപ്പും വിവരമൊക്കെ ഉണ്ടെങ്കിലല്ല അങ്ങനത്തെ അവൾ പറയണ പോലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ലോകപരിചയം വേണം. പിന്നെന്താ പറയുക, രാഷ്ട്രീയത്തെക്കുറിച്ചും ഓരോരോ രാജ്യങ്ങളെ തമ്മിലെ ബന്ധങ്ങളെക്കുറിച്ചും പിന്നെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവും ബുദ്ധിയൊക്കെ ബോധമൊക്കെ വിവരം അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. സുനിത ദേവദാസ്. അപ്പോൾ അവളിങ്ങനെ ഒരു യൂട്യൂബ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. വേറെ ഏതോ രണ്ട് രാജ്യത്തേക്കും കൂടിയിട്ട് ഇങ്ങനെ ഇന്ത്യൻ സൈനിക വിമാനത്തിൽ ആൾക്കാർ, അവിടുത്തെ കുടിയേറ്റക്കാരെ കൊണ്ട് ഇറക്കി, അവരവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല, അവർ തിരിച്ചയച്ച്. പിന്നെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഉണ്ടായത്, അത് അവർ ആ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് എവിടെ, പഞ്ചാബിൽ എവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ന്യൂസ്, അങ്ങനെ ഒരു പോസ്റ്റ്, ആൾക്കാരെ കാലിലൊക്കെ ചങ്ങലട്ട് ഇതാക്കിയിട്ടുള്ള ഒരു ഫോട്ടോസും അതിനെക്കുറിച്ചൊരു പോസ്റ്റും ഒക്കെ FBയിൽ എവിടെയോ കണ്ടത്, യൂട്യൂബിലാണോ കണ്ടതെന്ന് അറിയില്ല. അതിന് FBയിലെ കണ്ടാണാവോ, എവിടെ കണ്ട് അങ്ങനെ ഒരു ന്യൂസ്. അത് കണ്ടപ്പോൾ അതിൻ്റെ ഗൗരവം എന്താണ്, എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ കുടിയേറ്റക്കാരനെ പിന്നെ
അമേരിക്ക സൈനിക വിമാനത്തിൽ കയ്യും കാലും കെട്ടിയിട്ട് ചങ്ങലൊക്കെ ഇട്ടിട്ട് അയച്ചെന്നാ അങ്ങനെ എന്താണ് കണ്ടത്. പിന്നെ അത് സുനിത ദേവദാസിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് അത് ശരിക്ക് കറക്റ്റായിട്ട് കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലായത്. എന്നാൽ വേറൊരാളും അങ്ങനെ വീഡിയോ അതിനെപ്പറ്റി വീഡിയോ ഇട്ടിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. മറ്റേ വലിയ വലിയ ചാനലുകളിലൊക്കെ വന്നോന്നൊന്നും അറിയില്ല, നോക്കിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ സുനിത ദേവദാസിൻ്റെ നോട്ടിഫിക്കേഷനാണ് അങ്ങനെ വരാറ് കൂടുതലാണെന്ന് വെച്ചെങ്കിൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ സംസാരം, അവളെ കാണാനും ആ സംസാരമൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്ത് പറയുന്നു എന്ന് നോക്കാറില്ല, അതെങ്ങനെ പറയണമെന്ന് നോക്കിയിട്ട് ആ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ എന്ത് പറയുന്നു എന്നും കൂടി ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കാറുണ്ട്, എന്താണ് പറയുന്നതെന്ന് നോക്കാറുണ്ട്. അപ്പോൾ അവളുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ, ആ ഒരു സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോൾ ഇന്ത്യയിലത് പിന്നെ മോദീനെ അത്രേ അവർക്ക് വില ഉണ്ടായുള്ളൂ, അങ്ങനെയുള്ള സംസാരങ്ങളാണ് ഉണ്ടായിരുന്ന വീഡിയോയിൽ. അപ്പം അതിനെ പറ്റിയാണെന്ന് ഇന്നത്തെ ഒരു സംസാര വിഷയം. എന്താ പറയുക, യൂട്യൂബിൽ കണ്ടത്. നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവണമില്ല, അപ്പം അങ്ങനെ ഇല്ലാത്തൊരു കാര്യമൊന്നും പറയില്ലല്ലോ. പിന്നെ ഇന്ത്യക്കാരുടെ ഫോട്ടോസ് അല്ല അന്ന് വന്നത് എന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടല്ലോ, അത് ഇന്ത്യക്കാരുടേതല്ല, വേറെ ഏതോ രാജ്യക്കാരുടേതാണ് എന്ന് പറഞ്ഞു. ഇന്ത്യക്കാരുടെ പോസ്റ്റൊന്നും അങ്ങനെ ആൾക്കാരുടെ പോസ്റ്റ് വന്നിട്ടില്ല. ഇവർ സൈനിക വിമാനത്തിൽ എവിടെ പഞ്ചാബിലാണ് ഏതൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി, അതിന് മോദി അനുവാദം കൊടുത്ത് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് എന്നുള്ള ആ ഒരു ഇതാണ്. അല്ലാതെ നമ്മുടെ രാജ്യക്കാരെ നമ്മൾ വേണ്ടാന്ന് പറയില്ലല്ലോ. അപ്പോൾ അത് മാന്യമായിട്ട് അയക്കായിരുന്നു എന്നാണ് പറയണത്. സൈനിക വിമാനത്തിലൊക്കെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുവന്ന് വിട്ടിട്ട് അത് മോദി ഇവിടെ ഇറങ്ങാൻ സമ്മതിച്ചു എന്നാണ്. വേറെ 2 രാജ്യക്കാർ സമ്മതിച്ചില്ല, അത് തിരിച്ചയച്ചു എന്നൊക്കെയാണ്. അതിനെ പറ്റിയാണ് സുനിത ദേവദാസ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോയെ കുറിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ സംസാര വിഷയം. ഓക്കെ, അപ്പം ഇന്നത്തെ ഫുഡ് ഇതാണ്, കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഓക്കെ.